എന്നെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഘടകങ്ങളിൽ നിന്നും നീക്കം ചെയ്തതായി ഇന്നലെ പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവന കണ്ടു. രേഖാമൂലം എന്നെ അറിയിച്ചിട്ടൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. 56 വർഷക്കാലം നീണ്ടുനിന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഞാനിവിടെ വിരാമം കുറിക്കുകയാണ്. പാർട്ടി മെമ്പർഷിപ്പിൽ തുടരാനുള്ള ഒരു ഔദാര്യം എന്നോട് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുന്ന ഒരു പാർട്ടി ഘടകത്തിൽ പാർട്ടി മെമ്പറായി തുടരുക എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിനും അത് അപമാനകരമായിരിക്കും. ഇന്നലെ എന്നെ നടപടിയെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ നിരന്തരം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകൾ കൊടുക്കുന്നു. മുന്നണിക്കും പാർട്ടിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നു. ഇത് വാസ്തവത്തിൽ 100% അവാസ്തവമാണ്. മുന്നണിക്ക് പ്രതിരോധം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മുന്നണിക്കെതിരായ ഒരു പ്രസ്താവന ഞാൻ കൊടുക്കാറില്ല. ഞാൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഈ ജില്ലയിൽ പലപ്പോഴും CPM-മായി ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. അത് പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ, അല്ലാതെ ശിവരാമന് വ്യക്തിപരമായി എന്തെങ്കിലും താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല. അത് ജില്ലയിലെ പാർട്ടിക്ക് പുതിയ ചൈതന്യം കൊടുത്തിരുന്നു എന്ന് തന്നെ ഞാൻ കരുതുന്നത്. ഇപ്പോൾ നടപടിക്ക് ആധാരമായി അദ്ദേഹം പറയുന്നത് പീരുമേട്ടിലെ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി, പുറത്തുനിന്ന് ആരെങ്കിലും ഇറക്കിയാൽ അതുപോലെ ജനസമ്മതിയുള്ള ആളായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ്. ശരിയത്, ഞാനങ്ങനെ പറഞ്ഞതാണ്. പീരുമേട്ടിലെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥി തന്നെയാണ്. പീരുമേട്ടിലെ ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ പാർട്ടി സെക്രട്ടറിയായി എന്നതുകൊണ്ട് സാധാരണ ജനങ്ങളുമായി ബന്ധമുണ്ടാവില്ല. പാർട്ടി മെമ്പർമാരിൽ ഒരു വിഭാഗമായിട്ടുള്ള ബന്ധമേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഒരാളെ പീരുമേടുകാർ സ്വീകരിക്കത്തില്ല എന്നാണ് ഇതുവരെയുള്ള പീരുമേടിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ. എന്ന് മാത്രമല്ല, പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ ഇപ്പോൾ കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി എന്ന് പല മണ്ഡലങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമേ ഞാനും പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് അതിനപ്പുറത്തൊന്നും ഞാൻ പറഞ്ഞില്ല. അത് വ്യക്തിപരവുമല്ല. ഇപ്പോൾ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി തോന്നിയെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കുറ്റമാണ്. എന്താ പ്രധാനപ്പെട്ട പ്രശ്നം? കഴിഞ്ഞ കുറേ കാലമായി പാർട്ടി ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സലിംകുമാറും ഞാനുമായി അകൽച്ചയിലായിരുന്നു എന്ന കാര്യം വസ്തുതയാണ്. അത് വ്യക്തിപരമായ ഏതെങ്കിലും താല്പര്യത്തിൻ്റെ പേരിലല്ല. പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം കാണിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ ചെയ്തികളെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആരംഭിച്ചിട്ട് 1-2 വർഷങ്ങളായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി നേതൃത്വമാണ് ഉണ്ടാവേണ്ടത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഘടകം, അത് DC ആണെങ്കിലും മണ്ഡലമാണെങ്കിലും ലോക്കലാണെങ്കിലും, ആ ഘടകത്തിലെ ഒന്നാമൻ മാത്രമാണ് പാർട്ടി സെക്രട്ടറി. എല്ലാവരും തുല്യ അവകാശമുള്ളവരും തുല്യ ഉത്തരവാദിത്വമുള്ളവരുമാണ്. അതിലൊന്നാമനാണ് പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത്. അതിൻ്റെ സ്ഥാനത്ത് ഞാനാണെല്ലാം എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഞാനാണ് പാർട്ടി. പണ്ട് ലൂയി 14 പറഞ്ഞതുപോലെ ഐ ആം ദി സ്റ്റേറ്റ് എന്ന് ലൂയി 14 പറഞ്ഞതുപോലെ ഞാനാണ് പാർട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു പറ്റം സ്തുതിപാഠകരെ കൂടെ നിർത്തി. പാർട്ടി DC എക്സിക്യൂട്ടീവിൽ മണ്ഡലം തലങ്ങളിൽ ഒക്കെ കൂടെ നിർത്തിക്കൊണ്ട് പാർട്ടിയോട് കൂറുള്ള മഹാഭൂരിപക്ഷ സഖാക്കളെ മാറ്റി നിർത്തി. ഈ ജില്ലയിൽ പാർട്ടിയിൽ നിന്ന് സഹിക്കാൻ വയ്യാതെ രാജിവെച്ച് പോയ DC എക്സിക്യൂട്ടീവ് മെമ്പറുണ്ട്, DC മെമ്പറുണ്ട്, മണ്ഡലം കമ്മിറ്റി മെമ്പർമാരുണ്ട്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുണ്ട്. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അദ്ദേഹം ആലോചിക്കാൻ തയ്യാറല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ 16 വർഷം പാർട്ടി സെക്രട്ടറി ആയതാണ്. സലിംകുമാറിനെ പോലെ ഒരു സുപ്രഭാതത്തിൽ നേതാവായ ആളല്ല. ഞാൻ പാർട്ടി ബ്രാഞ്ചിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ച് എല്ലാ സംഘടനാ ചുമതലകളും വഹിച്ചാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയായി വന്നത്. അതിനു മുമ്പ് 14 കൊല്ലക്കാലം DC-യുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ പ്രവർത്തിച്ച് ഞാൻ പാർട്ടിയെ ജനാധിപത്യപരമായി പാർട്ടി ഭരണഘടന പറയുന്ന വിധം കൂട്ടായ നേതൃത്വം എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഘടകത്തിൽ ഒന്നാമൻ മാത്രമാണ് ഞാനെന്ന ബോധത്തിൽ നിന്നുകൊണ്ടാണ്
പാർട്ടിയെ നയിച്ചത്. അതുകൊണ്ട് ഈ പാർട്ടിക്ക് ഒരു പുതിയ ചൈതന്യം ഉണ്ടാവുകയല്ലാതെ ജില്ലയിൽ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോക്കുണ്ടായിരുന്നില്ല, ഗ്രൂപ്പ് പ്രവർത്തനമുണ്ടായിരുന്നില്ല, പിന്നെ പാർശ്വവർത്തികളെ തിരികെ കയറ്റുന്ന പണിയുണ്ടായിരുന്നില്ല. ഇതൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്താ നടക്കുന്നത്? ഇപ്പം നടക്കുന്നത് സലീംകുമാറിന് സിന്ദാബാദ് വിളിക്കുന്നവരാണ് എക്സിക്യൂട്ടീവുകാർ. അദ്ദേഹത്തിന് സിന്ദാബാദ് വിളിക്കുന്നവരായിരിക്കും മണ്ഡലം തലത്തിലുള്ള നേതാക്കന്മാർ, അല്ലാത്തവരൊന്നുമില്ല. അത് നാശത്തിലേക്കുള്ള വഴിയാണ്. അത് ഞാൻ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളറിയണം, ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് പോലും കിട്ടാതെ പോയ തിരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പാണ്. ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും CPIക്ക് പ്രാതിനിധ്യമുണ്ടായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. 2 സ്ഥാനാർത്ഥിമാരെക്കുറിച്ച് പേയ്മെൻറ്റ് സീറ്റ് എന്ന ആക്ഷേപവും ഉയർന്നു വന്നിരുന്നു. പാമ്പാടുംപാറയിൽ 2020 തെരഞ്ഞെടുപ്പിൽ 5200 വോട്ടിന് ജയിച്ച ജിജി കെ ഫിലിപ്പ് 2026 തെരഞ്ഞെടുപ്പിൽ 5600 വോട്ടിനാണ് തോറ്റത്. അത് പരിശോധിക്കണ്ടേ? അത് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് കുറ്റവാളി എന്ന് പറഞ്ഞ് എന്നെ പരസ്യമായി കമ്മിറ്റിയിൽ വെച്ച് ആക്ഷേപിക്കാനാണ് തയ്യാറായത്. അപ്പോൾ അത്തരമൊരു സന്ദർഭത്തിൽ അവരെ റിപ്പോർട്ട് ചെയ്ത പോലെ, നിങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്ത പോലെ ഞാൻ ഇറങ്ങിപ്പോകുന്നില്ല. ഞാൻ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, അധ്യക്ഷൻ അനുവദിക്കണം, ഞാൻ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞ് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഞാൻ പുറത്തു വന്നത്. അതിനുശേഷമാണ് നിങ്ങളുമായി, ചാനലുകളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് ഞാൻ പിരിയുന്നു, ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായി തുടരും. ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായി തുടരാൻ പോലും എന്നെ അനുവദിച്ചില്ല. ഞാൻ പാർട്ടിയിൽ ഇല്ല എന്ന പ്രചരണം വ്യാപകമായി പ്രചരിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ എന്നോടന്ന് വിശദീകരണം ചോദിച്ചു എന്ന് പറഞ്ഞ പച്ചക്കള്ളം. തെരഞ്ഞെടുപ്പിൻ്റെ സമയമായപ്പോൾ മാർച്ച് മാസം 8-ാം തീയതി പാർട്ടി സംസ്ഥാന സെക്രട്ടറി 8-ാം തീയതി വൈകുന്നേരം തിരുവനന്തപുരത്ത് ചെല്ലണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ അനുസരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് ചെന്നു. സലീംകുമാറിനെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്തു. കഴിഞ്ഞതെല്ലാം പോട്ടെ, ശിവരാമനെ മാറ്റി നിർത്താൻ പാടില്ല, ദീർഘകാലത്തെ അനുഭവമുള്ള നേതാവാണ്, ഒരുമിച്ച് മുമ്പോട്ട് പോകണം എന്ന് പറഞ്ഞ് അവിടുന്ന് വിട്ടു. അപ്പോൾ ഒരു വിശദീകരണത്തിന് പ്രശ്നമുണ്ട്. അപ്പം നിങ്ങൾ വേണമെങ്കിൽ നാളെ ഒരു വിശദീകരണം ചോദിച്ചോളൂ, നാളെ തന്നെ മറുപടി. എന്ന് വെച്ചാൽ 9-ാം തീയതി വിശദീകരണം ചോദിക്കണം, 9-ാം തീയതി തന്നെ മറുപടി കൊടുക്കണം, 10-ാം തീയതി മുതൽ യോജിച്ച പ്രവർത്തനത്തേക്ക് വരണം എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അത് അംഗീകരിച്ച് വന്നു, വിശദീകരണം ചോദിച്ചില്ല. മാർച്ച് മാസം 18-ാം തീയതി എനിക്കൊരു കത്ത് കിട്ടി ആക്ടിംഗ് സെക്രട്ടറിയിൽ നിന്ന്. സഖാവ് പാർട്ടി സെക്രട്ടറിയുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്തെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഖാവ് DC-യിലും DC എക്സിക്യൂട്ടീവിലും തുടർന്ന് പ്രവർത്തിക്കണം, അതിനുവേണ്ടി സഖാവിൻ്റെ ഒരു വിശദീകരണം കത്ത് തരണം എന്ന് പറഞ്ഞ് 18-ാം തീയതി എന്നോടൊരു കത്ത് ചോദിച്ചു. ഞാൻ ആ കത്ത് കൊടുത്തു. എന്നോട് ചോദിച്ച കത്തിൻ്റെ കോപ്പിയും ഞാൻ കൊടുത്ത കത്തിൻ്റെ കോപ്പിയും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിനുശേഷം എന്നെ അടുപ്പിച്ചില്ല, ഒരു ചുമതല എനിക്ക് തന്നില്ല. എനിക്ക് തൊടിപടി ചുമതല തന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. പിന്നെ പീരുമേട്ടിലെ നിയോജകമണ്ഡലം പ്രസിഡൻറ്റ് R തിലകൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ആ കൺവെൻഷനിൽ ഞാൻ പോയി. ഉച്ച കഴിഞ്ഞതുപോലെ തന്നെ CPM നേതാക്കന്മാർ ചിലർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഉടുമ്പൻചോല കൺവെൻഷൻ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വേറെ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ എന്നെ അനുവദിച്ചിട്ടേയില്ല. ഒരു ബൂത്ത് കമ്മിറ്റിയിൽ പോലും പങ്കെടുക്കാൻ എന്നെ അനുവദിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായം അനുസരിച്ച് കാര്യങ്ങൾ നീക്കി. അതിൻ്റെ ഫലം കണ്ടല്ലോ. പീരുമേട് കേരളത്തിൽ UDF അധികാരത്തിൽ വന്നപ്പോഴും പീരുമേട് സീറ്റ് 2011 ഇടതുപക്ഷത്തിന് ലഭിച്ച സീറ്റാണ് പീരുമേട്. അത് ഇടതുപക്ഷത്തിൻ്റെ സീറ്റെന്ന് പറയാൻ പാടില്ല, UDFൻ്റെ സീറ്റെന്നും പറയാൻ പാടില്ല. നല്ല മത്സരത്തിലൂടെ ജയിക്കാവുന്ന ഒരു സീറ്റാണ്. ആ നല്ല മത്സരത്തിലൂടെയാണ് 2006-ലും 2011-ലും 2016-ലും 2021-ലും ജയിച്ചത്. ഇപ്പോൾ കേരളമാകെ LDFിൽ വലിയ തകർച്ചയുണ്ടായി. അതുകൊണ്ട് പീരുമേട്ടിലും അതിൻ്റെ ഭാഗമായി പരാജയമുണ്ടായി എന്നാണ് വിശദീകരിക്കുന്നത്. ആ വിശദീകരണം യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധമുള്ളതല്ല. അത് പറഞ്ഞു നീക്കാൻ വേണ്ടി നടത്തുന്ന മാത്രം ഒരു വിശദീകരണമാണ്, അത് വിശദീകരണമേ അല്ല. എന്തുകൊണ്ടെന്നാൽ പീരുമേട്ടിലെ അവിടുത്തെ തോട്ടം തൊഴിലാളികളും സാധാരണക്കാരെയും അറിയുന്നവർക്കറിയാം കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം.
ഒരു കാര്യമുള്ളത്, പീരുമേട് മണ്ഡലത്തിന് വെളിയിൽ നിന്ന് വരുന്ന ഒരാളെ അവരങ്ങനെ സ്വീകരിക്കത്തില്ല. അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ അതുപോലെ ജനസമ്മതിയുള്ള CA കുര്യനെ സ്വീകരിച്ചു. ജനസമ്മതിയുള്ളത്. പീരുമേട്ടിലെ ട്രേഡ് യൂണിയൻ രംഗത്തും അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നൊരാൾ EM ആഗസ്തിക. EM ആഗസ്തിക്ക് അവിടെ ട്രേഡ് യൂണിയൻ ഉണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ട അവിടെ അദ്ദേഹം പീരുമേട്ടിലുണ്ടായിരുന്നു. ഈ 2 പേരല്ലാതെ വേറെ അങ്ങോട്ട് മത്സരിക്കാൻ ചെന്ന ആരും ജയിച്ചിട്ടില്ല. ചെന്നവരൊക്കെ തോറ്റിട്ടുമുണ്ട്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ അതുകൊണ്ട് യാതൊരു ഗുണവും കിട്ടത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, പാർട്ടി സംഘടനയെ തകർത്ത് തരിപ്പണമാക്കി ജനാധിപത്യ കേന്ദ്രീകരണത്തിൻ്റെയും കേന്ദ്രീകൃത ജനാധിപത്യത്തിന് കീഴിലെ ഉൾപാർട്ടി ജനാധിപത്യത്തെയും പാടെ നശിപ്പിച്ചുകൊണ്ട് ഒരു പറ്റം ശിങ്കിടികളെ കൂട്ടുനിർത്തി ജില്ലയിലെ പാർട്ടിയെ നിശ്ചിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജില്ലയെ പാർട്ടി തകർക്കുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോട് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ എനിക്ക് കഴിയില്ല. ഇപ്പോൾ അദ്ദേഹവും ഞാനുമായിട്ടുള്ള ഒരു അകൽച്ച കൂടുതലാകുന്നത് ഈ ചൊക്രമടി ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട അദ്ദേഹം പാർട്ടി കമ്മിറ്റികളിലൊക്കെ വിശദീകരിക്കുന്നത് ശിവരാമൻ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ചൊക്രമടി കയ്യേറ്റം ഉണ്ടാകുന്നതെന്നാണ്. നിങ്ങൾക്കൊക്കെ അറിയാൻ, ചൊക്രമടിയിലെ ചെന്നൈ സ്വദേശി മൈജോ ജോസഫ് റവന്യൂ മന്ത്രിക്ക് അപേക്ഷ കൊടുക്കുന്നത് 2023 ഡിസംബർ മാസം 22-ാം തീയതി. അന്ന് സെക്രട്ടറി സലിംകുമാറാണ്. ആ അപേക്ഷയിൽ പറയുന്നത് 1965, 69, 70 വർഷങ്ങളിൽ കിട്ടിയ 3 പട്ടയങ്ങളിലായുള്ള 14 ഏക്കർ 69 സ്ഥലം ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ആ സ്ഥലം അളന്ന് തിരിച്ച് തരാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ്. നിയമമനുസരിച്ച് ഒരാൾക്ക് പട്ടയം കൊടുത്താൽ 2 കൊല്ലത്തിനുള്ളിൽ അവിടെ കൃഷി ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട് വെച്ചില്ലെങ്കിൽ ആ സ്ഥലം കൈവശപ്പെടുത്തിയില്ല എങ്കിൽ ആ പട്ടയം ക്യാൻസലാകുന്ന. എന്നിട്ടും ഇങ്ങനൊരു അപേക്ഷ കൊടുത്തു 60 വർഷങ്ങൾക്ക് ശേഷം. 65-ലാണെങ്കിൽ 60 വർഷത്തിന് ശേഷം. അത് ഇടുക്കി കളക്ടറേറ്റിലേക്ക് അയച്ചു. ഒരു ഡെപ്യൂട്ടി കളക്ടർ സഹായത്തോടെ ചൊക്രമടി പോയിട്ടുള്ളവർക്കറിയാം, ഒരു നൂറ്റാണ്ടായിട്ട് മനുഷ്യ സ്പർശമേൽക്കാത്ത ചൊക്രമടി മലനിരകളുടെ നെഞ്ചത്ത് ഇവർ കൊണ്ടുപോയി കുറ്റിവെച്ച് 14.69 ഏക്കർ സ്ഥലം അളന്നു തിരിച്ച് ഈ സ്ഥലവുമായി ഒരു ബന്ധവുമില്ലാത്ത CB ജോസഫ് കൈപ്പപ്പറമ്പിന് കൊടുത്തു. വേറെ ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ നടക്കത്തില്ല. അയാൾ ആ സ്ഥലം തുണ്ടുന്നുണ്ടായി വിറ്റു. ഏക്കറിന് 4 ലക്ഷം രൂപ വരെയായിരുന്നു വില. 56 കോടി രൂപയോളം ആ സ്ഥലം വിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അയാളവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇതിൻ്റെ 1/3 CPIക്കാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. 1/3 CPIക്കാണെന്നാണ്. എന്തുകൊണ്ട് ചൊക്രമടിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ പ്രതികരിച്ചില്ല? കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ചൊക്രമടി എത്തി CPI ആണ് ഈ കയ്യേറ്റത്തിൻ്റെ പിന്നിലെന്ന് ആവർത്തിച്ച് പറഞ്ഞു. KPCC പ്രസിഡന്റ് പറഞ്ഞു, രമേശ് ചെന്നിത്തല പറഞ്ഞു, K സുരേന്ദ്രൻ പറഞ്ഞു. അങ്ങനെ സകലമാന രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കളും എത്തി ഇങ്ങനെ ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് എന്താണ് അതിൻ്റെ കാരണമെന്ന് അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്.